ഇതിപ്പം പൊന്മുട്ടയിടുന്ന താറാവില് തട്ടുമുട്ട് തീയിലൊരുക്കി എന്നുള്ളത് ശ്രദ്ധിച്ചാല് കുറെ തട്ടുമുട്ടും ഒക്കെ ആ പാട്ടിലുണ്ട്. ഇതിലൊരു പുള്ളുവൻ പാട്ടിന്റെ ഒരു ബേസ് അതിന്റെ പാശ്ചാത്യ സംഗീതത്തിലും ഒക്കെ കിടക്കുന്നുണ്ട് ഈ സിനിമയില്. അപ്പൊ ഇനി ഇപ്പം അത് മാളച്ചേട്ടനാ പാടുന്നതെങ്കിൽ അതിനേക്കാളും നമുക്ക് ഇങ്ങനെ ഒരാൾ ഇങ്ങനൊരു പാട്ട് പാടുമെന്നൊക്കെ ചിന്തിക്കാവുന്ന രീതിയിലാണ് ചെങ്കോൽ എന്ന് പറയുന്ന പടത്തിലെ മധുരം ജീവാമൃതം എന്തോ ഒരു വഴിയേല് കടയില് രാത്രി ഒരു വഴിവെക്കിലിരിക്കുന്ന ഒരാളാണ് മധുരം ജീവാമൃതം എന്ന് പറയുന്ന ഒരു പാട്ട് പാടുന്നത്. അപ്പം വിഷ്വലിൽ ആര് എങ്ങനെ വന്നാലും എല്ലാം അതിനെല്ലാം നേരത്തെ തന്നെ മനസ്സിൽ കണ്ട് കൃത്യമായിട്ട് ക്രമപ്പെടുത്തിയിട്ടുള്ളൊരു പാട്ടാണ് അദ്ദേഹം എല്ലാ സിനിമകൾക്കും വേണ്ടി ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഫിലിമിൽ എനിക്ക് എന്നെ അതിശയിപ്പിച്ച, എനിക്കത് രണ്ടും കണക്ട് ചെയ്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആദ്യത്തെ അനുഭവം അങ്ങനെയായിരുന്നു. രണ്ടാമത്തെ പടത്തില് വിസ്മയം എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളത്ത് റിയാനിലായിരുന്നു പാടി. ആ പടത്തിന് കമ്പോസിങ് മുഴുവൻ, അതായത് ഒന്ന് ഓർക്കസ്ട്ര ചെയ്യാനായിട്ട് എല്ലാവരും ഉണ്ട്, ഭയങ്കരപ്പെട്ട കോറസ്, ഭയങ്കരപ്പെട്ട വയലിൻ എല്ലാം ഉണ്ട്. ആ പാട്ടിന്റെ BGMs ഇതൊക്കെ ശരിയാക്കിയതിന് ശേഷമാണ് ഈ കോഡ് എഴുതുന്നത്. അന്നത്തെ നമ്മളുടെ ഒരു ഇത്, അന്ന് നമ്മളിതൊന്നും കണ്ടിട്ടില്ല. പക്ഷേ അതാണ് മ്യൂസിക്, അതാണ് മ്യൂസിക് ഡയറക്ടർ എന്ന് തിരിച്ചറിഞ്ഞ ഒരു ദിവസമാണ്. ജോസിയേട്ടനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലവണ കണ്ടല്ലോ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള രവീന്ദ്രൻ മാസ്റ്റർ ഹരിമുരളീരവം എന്നുള്ള പാട്ടിലെ പുല്ലാങ്കുഴൽ വായിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ലജ്ജാവതി എന്ന് പറയുന്ന പാട്ടിന്റെ തുടക്കത്തിലെ അത് വായിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കാണുന്ന ഒരുപാട് പാട്ടുകൾക്ക് പുല്ലാങ്കുഴൽ വായിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പം ജോൺസൺ മാസ്റ്റർ ഒരു 2 പാട്ടുകൾ ജോസിയേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. തീർച്ചയായിട്ടും സാറിന്റെ തന്നെ പടത്തിലെ ഒരു പാട്ടാവട്ടെ, അതായിരിക്കും ഗംഭീരാവുക. അതെ. ഒരു വലിയ നൊസ്റ്റാൾജിയ. എനിക്ക് ഉർവശേഷി ഇങ്ങനെ ഇങ്ങനെ വെള്ളത്തില് ഓർമ്മ വരും ആ ലൊക്കേഷൻ മനസ്സിൽ വരുന്ന ആ സിനിമകളൊക്കെ. അപ്പം കണ്ട ഞങ്ങൾക്ക് ഇത്രയും വരുമെങ്കിൽ എന്ത്. ജോസ് ചേട്ടാ, മോഹം കൊണ്ട് ഞാന്നുള്ള പാട്ടെന്ന് ജോസ് ചേട്ടൻ ഫ്ലൂട്ടിൽ വായിക്കുന്ന ഒരു അഴകാണ്, അത് കേൾക്കാൻ ഒരു സുഖമാണ്. തീർച്ചയായിട്ടും നമുക്ക് വായിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പാട്ടും കൂടെ ആയാൽ അതിനേക്കാൾ മനോഹരമല്ലേ. ആയിക്കോട്ടെ, ഒരു 2 പേരും കൂടെ ഒരു വരി പാടുന്നു, ഒരു വരി വായിക്കുന്നു, പോവാൻ നന്നാവും. ഓക്കെ.
ആ നമ്മുടെ ആ നമ്മുടെ റാണി ചേച്ചി ജോൺസനെ പറ്റി എഴുതിയേക്കണ ലേഖനത്തിന്റെ ശീർഷകം ഇതാണ്, മോഹം കൊണ്ട്. കൊണ്ടു ഞാൻ എന്നുള്ളതാണ്. ജോസ് ചേട്ടാ ഒരെണ്ണം കൂടെ ഏതാണ് തരാനുള്ളത് ഞങ്ങക്ക്? കണ്ണാടി കയ്യിൽ ആ കണ്ണാടി കയ്യിൽ. ഉറപ്പായിട്ടും ഗ്രിപ്പുള്ള പാട്ടാണ്.